ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണ്യാണ്. ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗാട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് തന്നെ. സൺഡേ അല്ലേ, അതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് അതൊക്കെ പതുക്കെ എഴുന്നേറ്റ് വരും. ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നുകൊണ്ട് എനിക്ക് കുളിച്ചിട്ടൊക്കെ പിന്നെ അടുക്കളയിലോട്ട് വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ കുളിച്ചിട്ട് വന്ന് പിന്നെ കഥകൊക്കെ തുറന്ന് നോക്കി. അത് കഴിഞ്ഞ് പതുക്കെ നമുക്കിവിടെ പാചകങ്ങളൊക്കെ തുടങ്ങാമെന്ന് കഴിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉച്ചക്കാലത്തേക്ക് ഉള്ളത് നോക്കത്തുള്ളൂ. കുഞ്ഞിന് പോകണ്ടല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ഇന്ന് അപ്പവും പിന്നെന്താ ചമ്മന്തി പൊടിയാക്കുക ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ കുറേ പേര് നമ്മുടെ അടുത്ത് ചിരവയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഇതാ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. നമ്മളിതിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. തേങ്ങയൊക്കെ തിരികെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ കുറേ പേര് ചോദിച്ചു. ഞാൻ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയുടെ. അപ്പം ഇത് ഓൺലൈൻ കിട്ടുമോ എന്ന് കുറേ പേര് ചോദിച്ചു. എനിക്ക് അന്നേരം ഓൺലൈൻ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അല്ലാണ്ട് കേട്ടോ മേടിച്ചത് കടയിൽ നിന്ന് തന്നെ. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ഫാമിലിയിലുള്ളൊരു ചേച്ചി എനിക്കിതൊട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ അയച്ചു കൊടുക്കുക. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സെർച്ച് ചെയ്ത് അങ്ങനെ ആ ചേച്ചിക്ക് ചിലവ് കിട്ടി കേട്ടോ. അവരത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചത് 370 രൂപയെങ്ങാണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ വാങ്ങുന്നത്. നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇത്രയും രൂപയൊന്നുമില്ല, 140 എത്ര എങ്ങാണ്ടേ ആയിട്ടുള്ളായിരുന്നു കേട്ടോ. നമ്മൾ കായംകുളത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെ പക്ഷെ കൊല്ലത്ത് റേറ്റ് കൂടുതലാണ്, 350-60 ഈ ഒരു റേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഓൺലൈൻ മേടിക്കുന്നത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതേപോലെ നോക്കുക കേട്ടോ. കുറേ പേര് ചോദിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതിനകത്ത് വെള്ളം നനയാൻ നോക്കണം. കാരണം എന്ന് വെച്ചാൽ വെള്ളം നനയുമ്പോൾ തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എനിക്ക് ഈ വെള്ളത്തിൻ്റെ അംശം അതിനകത്ത് പിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു തുരുമ്പെടുക്കാൻ ചെറുതായിട്ട് അതിൻ്റെ പെയിൻറ്റ് പോകാൻ തുടങ്ങി കേട്ടോ. എന്തെങ്കിലും കവറെങ്ങാനും ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ കവറിട്ടായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. ഇപ്പം കവറത് ഇളകിപ്പോയിട്ട് പിന്നീട് ഞാൻ ഇട്ടിട്ടേ ഇല്ല. ഇനി അത് പുതിയതായിട്ട് കവറിട്ട് വെക്കണം, ഇല്ലെങ്കിൽ ചിലപ്പം ചീത്തയായിപ്പോകും, തുരുമ്പെടുത്ത് പോകും. നല്ലൊരു ഐറ്റമാണ്, അതുകൊണ്ട് നമ്മൾ തുരുമ്പെടുത്ത് പോകാൻ നോക്കണമല്ലോ. അതുകൊണ്ടൊക്കെ കേട്ടോ. അങ്ങനെ അപ്പത്തിന് പിന്നെ അപ്പം ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചമ്മന്തിപ്പൊടി ആട്ടോ നമ്മളെടുത്ത്. ഒഴിക്കുന്ന ചമ്മന്തി അല്ലാതെ പൊടിച്ചമ്മന്തി ആയിരുന്നു ആക്കിയെടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ കട്ടനും കൂടി ഇട്ടു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമായിരുന്നു. ഇപ്പം തന്നെ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു, കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ 3 പേരും കൂടെ. പിന്നെ കുറേ പേര് ഡെയിലി വ്ലോഗ് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് കമൻറ്റും മെസ്സേജും ഒക്കെ അയക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡെയിലി വ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ എന്തൊക്കെ ശ്രമിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നില്ലടാ. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. നമുക്ക് ഈ എന്തെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് കേട്ടോ. അങ്ങനെയൊക്കെ 1-2 തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്ലോഗ് എടുക്കുമ്പോൾ തന്നെ അതൊരു ഫുൾ ഡേ ആകുമ്പോഴത്തേക്ക് തന്നെ മണിക്കൂറുകളാണ് കേട്ടോ വരുന്നത്. അത് നമ്മൾ എഡിറ്റ് ചെയ്താണ് ഒരു 12, 13 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ട് നമ്മൾ മാറ്റുന്നത് തന്നെ. അപ്പോൾ അത്രയും വീഡിയോസൊക്കെ അതിനകത്ത് ഇങ്ങനെ കിടക്കുകയല്ലേ. അത് നമുക്ക് ഫുള്ളും എഡിറ്റ് ചെയ്ത് എല്ലാം നമുക്ക് സൗണ്ടും എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗ് എടുക്കുമ്പോൾ വീണ്ടും അതേപോലെ എടുക്കുകയല്ലേ. അപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് തീരും. എന്നിട്ട് പകുതി എടുക്കുമ്പോഴത്തേക്ക് അങ്ങ് തീരും. എന്നിട്ട് പിന്നെ നമ്മൾ പകുതി എടുത്തിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഡെയിലി വ്ലോഗ് ചെയ്യാത്ത. മെയിനായിട്ട് ഒരു ഫോണേ ഉള്ളൂ. ഇപ്പം കുഞ്ഞൻ ജോലിക്ക് പോകല്ലേ, കുഞ്ഞൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് 2 ഫോണും കൂടെ എടുത്ത് വെച്ചിട്ട് വ്ലോഗൊക്കെ ചെയ്യാം. ഒരെണ്ണത്തിൽ എടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം അടുത്തതിനകത്ത് എടുക്കാം, അങ്ങനെയൊക്കെ എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഒരു ഫോണേ ഉള്ളൂ. പിന്നെ കുഞ്ഞൻ വന്നിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തൊക്കെ തരാനും പറ്റത്തുള്ളൂ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അങ്ങോട്ട് വശമില്ല കേട്ടോ. ഈ ചെറിയ ഷോർട്സൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെയും പറ്റും, അല്ലാത്ത മെയിനായിട്ടുള്ള വ്ലോഗൊന്നും എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്യാതിരിക്കുന്നത് തന്നെ. മാക്സിമം ഞാൻ നോക്കാം എന്നേ പറയത്തുള്ളൂ. നിങ്ങൾ പറയുമ്പോൾ നമ്മളത് അനുസരിക്കണമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യാൻ നോക്കാം. അത് ചെയ്യാൻ പറ്റുമില്ലെന്ന് എനിക്ക് അറിയത്തില്ല. മാക്സിമം നോക്കാം കേട്ടോ. എങ്ങനെയൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കി എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡെയിലി വ്ലോഗ് ചെയ്യാമെന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അതെങ്ങനെ എത്രത്തോളം ശരിയായി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. മാക്സിമം നോക്കാം. പിന്നീട് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, പിന്നെന്താ കുഞ്ഞുങ്ങളില്ലേ, മക്കളെ എന്താ കാണിക്കാത്തതെന്ന് കുറേ പേര് ചോദിച്ചു. മക്കളെ കാണിക്കാത്തതിൻ്റെ റീസൺ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് മക്കളുണ്ടെങ്കിൽ കാണിക്കുമല്ലോടാ. ഇപ്പം നമ്മുടെ ഫാമിലി ഫുള്ളും കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ മക്കളെ കാണിക്കാതിരിക്കുമോ? നിങ്ങൾ തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ചിലരുടെ ചോദ്യങ്ങൾ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കാറുണ്ട്. ചിലർ നമുക്ക് ഫസ്റ്റ് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കും മക്കളില്ലേ ചേച്ചി എന്ന് ചോദിച്ചാൽ അനിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആൻസർ കൊടുക്കാറുണ്ട്. ചിലർ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞാൽ പോലും റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ ചോദിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ആ
പുള്ളിക്കാരൻ വന്നിട്ട് ആദ്യം എൻ്റെ അടുത്ത് മക്കളില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇതുകൂടി റിപ്പീറ്റ് ചെയ്ത് മിക്ക വീഡിയോസിനകത്തും വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പം 2-3 വട്ടം ഞാൻ ഇല്ല ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. 2-3 വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഇതുകൂട്ട് പറഞ്ഞു. വീണ്ടും 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്. ചിലർക്ക് ആ ഒരു കാര്യം ചോദിക്കുമ്പം നമുക്ക് മക്കളില്ലാത്ത അമ്മമാർക്ക് ആ ഒരു വേദന പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 2 മക്കൾ നഷ്ടപ്പെട്ട ഒരാളാട്ടോ ഞാൻ. എനിക്ക് അതിന് നമുക്ക് ഇപ്പം 2 മാസമായാലും 3 മാസമായാലും നമ്മുടെ ഉദരത്തിൽ ആ ഒരു തുടിപ്പ് ഉണ്ടായി കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സങ്കടത്തിൽ കൂടെ പോയ ഒരാളാണ് കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ഒരു വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസം അതിനെക്കുറിച്ച് ഒരു വട്ടമെങ്കിലും ഓർത്ത് സങ്കടപ്പെടാത്ത ഒരു ദിവസങ്ങൾ പോലും എൻ്റെ ജീവിതത്തിലില്ല. പുറമേ നമ്മൾ ആ സങ്കടങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രത്തോളം സങ്കടമുണ്ട്. അതുകൂടാതെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടമുണ്ട്. ഒരു വട്ടം നമ്മൾ ചോദിക്കും, അറിയാത്ത ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നീടും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ആ ഒരു വേദന ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആ പുള്ളിക്കാരന് ഞാൻ അതുകൊണ്ട് റിപ്ലൈ കൊടുക്കാറില്ല. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം അങ്ങനെ ചോദിച്ചാലും ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കുന്നില്ല. എന്തിനാ, നമ്മളുടെ ഒരു വേദന കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ എല്ലാവരുമായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് മക്കളില്ല. മക്കളുണ്ടെങ്കിൽ എന്തായാലും കാണിക്കുമല്ലോ. അതേപോലെ എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ നിങ്ങളെ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സന്തോഷ വാർത്തകൾ എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഫാമിലിക്ക് നമ്മളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുക കേട്ടോ. പിന്നെ അതൊക്കെ പോട്ടെ. പിന്നീട് മീനൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന മീനായിരുന്നു. അത് ഞാൻ അങ്ങനെ വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴുകിയെടുത്തു. അപ്പോഴത്തേക്ക് അരിയടപ്പത്ത് ശാലുമോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വെന്ത് കിട്ടി. അതങ്ങനെ ഊറ്റി. അത് കഴിഞ്ഞിട്ട് അവിയലും മീൻകറി ആക്കാമെന്നായിട്ട് വിചാരിക്കുന്നത്. അങ്ങനെ അവിയലിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് പിന്നെ അടുപ്പത്താക്കി. അവളപ്പോഴത്തേക്ക് തേങ്ങയൊക്കെ തിരികെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും അരപ്പൊക്കെ ആക്കി അത് അടുപ്പത്താക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറി വെക്കാൻ മീൻ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവൾ എനിക്ക് അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മീൻകറിക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതും അടുപ്പത്തോട്ടാക്കി. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മീൻകറി വെക്കുന്നതൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് മീൻകറി ആക്കിയതിന് ശേഷം പിന്നെ 2 വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കേട്ടോ. ഇത് ഞാൻ വങ്കട ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അവൾ കഴിക്കട്ടെ. അവൾ ഇങ്ങനെയുള്ള മീനുകളൊന്നും കഴിക്കത്തില്ല. ഈ നെത്തോലി, ചാള അങ്ങനെയുള്ളതൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ 2 പീസ് അവർക്ക് 2 പേർക്കും ഒക്കെ എടുത്തു. പിന്നെ ഒരു ചൂര ഒരെണ്ണം വറുക്കാൻ എടുത്തു. ബാക്കിയുള്ളതൊക്കെ കൂടെ ചേർത്തിട്ട് കറി വെക്കാനും കൂടെ അങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ആ മീൻ ഫുൾ അങ്ങ് തീർത്തു. ഇനി വെച്ചിട്ട് കാര്യമില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ തേങ്ങ തിരികെ കഴിഞ്ഞാൽ അതിൻ്റെ അടിവശത്തുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അവൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പല്ലൊക്കെ പൊളിക്കും. എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. ലാസ്റ്റ് നമ്മൾ തിരികെ എടുക്കുന്ന സമയത്ത് ചിരട്ടയുടെ സൗണ്ട് കേൾക്കുമ്പോൾ വല്ലാത്തൊരു മേല് പിരിക്കും. അങ്ങനെ പിന്നെ അത് അവളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് സ്പൂൺ വെച്ചൊക്കെ ഇങ്ങനെ ചുരണ്ടി എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വൃത്തിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനക്കേടാണ്. ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു വല്ലാതെയാണ്. അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് ഇങ്ങനെ തുടച്ച് നിൽക്കും ഞാൻ കേട്ടോ. എനിക്ക് എപ്പോഴും ഈ തുടപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അരിയൊക്കെ ഊറ്റി വെള്ളമൊക്കെ വാർന്നു പോയി. അതൊന്ന് പൊരിച്ച് വാങ്ങാൻ എടുക്കുക കേട്ടോ. ഇതിന് മുന്നേ നമ്മളിങ്ങനെ പൊരിച്ച് വാങ്ങുന്നുണ്ടപ്പോഴത്തേക്ക് കുറേ കമൻറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കമൻ്റ് അല്ല, മെസ്സേജ് ആട്ടോ. എനിക്ക് അയച്ച ചേച്ചി എന്താ അങ്ങനെ ചെയ്യുന്നത്, കമൻറ്റ് വായിച്ചിട്ടുണ്ട്, എന്താ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പൊരിച്ച് വാങ്ങുന്ന കേട്ടോ. വെള്ളം വാർന്നു പോയി കഴിഞ്ഞാലും വെള്ളത്തിൻ്റെ ഒരു അംശം ആ ചോറിനകത്ത് കാണും. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ചീത്തയാവുമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരിത്തിരി സമയം ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം അതൊന്ന് പൊരിച്ച് വാങ്ങി എടുക്കും. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകുമ്പോൾ അതിങ്ങനെ ചോറിങ്ങനെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കും. ഇങ്ങനെ പടപെടാന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കും കേട്ടോ, പൊരിഞ്ഞ് വരുന്നതിൻ്റെ സൗണ്ട്. അതാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ചോറ് കേടാവാതെ ഇരിക്കും കേട്ടോ. നമ്മളിപ്പം കുക്കറിനകത്താണെങ്കിൽ ചോറിങ്ങനെ വെള്ളം ഊറ്റി അങ്ങ് എടുക്കത്തേ ഉള്ളൂ. പൊരിച്ച് വാങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കണ്ണാപ്പ വെച്ചിട്ട് അതിനകത്ത് ഊറ്റിയെടുക്കാറാണ് പതിവ്. പക്ഷെ കലത്തിലാണെങ്കിൽ ഇങ്ങനെ പൊരിച്ച് വാങ്ങും. പിന്നെ മീനും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി പെറുക്കിയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കേണ്ട ഒരു ടൈമായി. പിന്നെ അതും കൂടെ കഴിച്ചതിന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശ്രമിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ പിന്നെ മീൻകറി ഉള്ളപ്പോൾ ഞങ്ങൾ വേറെ കറികളൊന്നും അങ്ങനെ അധികം വെക്കാറില്ല. അവിയലും മീൻ വറുത്തത് കൊണ്ടല്ലോ, അതുകൊണ്ട് അത് തന്നെ മതി എന്ന് പറഞ്ഞു. മീൻകറിയും മീൻ വറുത്തും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇപ്പം എനിക്കായാലും കുഞ്ഞിനായാലും ശാലിനായാലും ആർക്കായാലും അങ്ങനെയൊക്കെ തന്നെ.
അതുകൊണ്ട് പിന്നെ ഇന്നലത്തെ രസം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. രസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇതിൻ്റെ ഞാൻ റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയടാ. അതുകൊണ്ടൊക്കെയാണ് കാണിക്കാഞ്ഞത്. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞാൽ കേട്ടോ, ഇന്നലെ തലേന്ന് രാത്രിയിലായിരുന്നു ഞാനത് എടുത്ത് വെച്ചിരുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോസ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോറേജിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ എടുത്ത് വെച്ച വീഡിയോസ് തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അങ്ങനെ അത് ഡിലീറ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് ഇനി വേറൊരു ദിവസം ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, അവൾ കഴുകി തരാമെന്ന് പറഞ്ഞ് വന്നേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കഴുകി പറക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു കുടിക്കാനുള്ളത്. നമ്മളങ്ങനെ പച്ചവെള്ളം എടുക്കത്തില്ല, ചൂടുവെള്ളം ചൂടാക്കിയതിന് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്നും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. ഒന്ന് തുടച്ച് കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ എടുക്കുന്ന സമയത്തും അവിടെയൊക്കെ വീഴുമല്ലോ, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെയും ഈ പാത്രങ്ങൾ കഴിയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജോലി തീരാത്തത് ഈ ഒരു പാത്രം കഴുകലാട്ടോ. ഏത് സമയവും പാത്രം കഴുകൽ തന്നെ, എപ്പോഴും കാണും പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കൈയോടെ കഴുകി വെക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പാല് മേടിക്കാൻ ഇറങ്ങിയതാട്ടോ. പാല് മേടിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരു വല മൊത്തവും കറങ്ങി പാല് കിട്ടാൻ വേണ്ടിയിട്ട്. സൺഡേ ആയതുകൊണ്ട് ഇന്ന് മിക്ക കടകളും അവധിയായിരുന്നു കേട്ടോ. അങ്ങനെ പാല് മേടിച്ചു. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാട്ടോ അതുവഴി ഇങ്ങനെ കറങ്ങി വന്നത്. പക്ഷേ ഒരിടത്തും സാധനങ്ങളില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ചായ ഇടാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് തുണി കഴുകുന്ന കാര്യം മറന്നുപോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മറന്നതല്ല, ആ ഒരു സമയത്ത് പിന്നെ നല്ല വെയിലായി കേട്ടോ. തുണി മുക്കി വെച്ചതിന് ശേഷം പിന്നീട് എനിക്ക് സമയം കിട്ടിയില്ല. നല്ല വെയിലായി, വെയിലത്ത് പോയി നിന്ന് കഴുകാൻ പറ്റത്തില്ല കേട്ടോ. അവിടെ അങ്ങ് ഭയങ്കര വെയിലാണ്. പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ തുണി കഴുകിയില്ല, വൈകിട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെയും മുക്കി വെച്ചേക്കുമായിരുന്നു, കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ തുണി കഴിയുന്ന സമയം കൊണ്ട് അവൾ പോയി പിന്നെ തൂത്തൊക്കെ വാരിയിട്ട് വന്നു. അകമൊക്കെ തൂത്ത് വൃത്തിയാക്കി പുറത്തൊക്കെ മുറ്റമൊക്കെ അടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ കഴുകി തീർന്നു കേട്ടോ. അങ്ങനെ പിന്നെ തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പാവാട എടുത്തിട്ട് വന്നേ കേട്ടോ. അയ്യോ, ഇപ്പം മറിഞ്ഞടിച്ച് വീണാണ്. എന്നിട്ട് ഇത് ചിരിക്കുക കേട്ടോ. ശരിക്കും ഞാൻ പേടിച്ചു പോയി. ഇപ്പം ചിരിക്കുന്നു, പക്ഷേ ആ സമയത്ത് ഞാൻ പേടിച്ചു പോയി. കാരണം അവൾ അതിൻ്റെ ആട്ടുകല്ലിൻ്റെ മേളിൽ കയറിയിട്ട് തുണി വിരിക്കാൻ നോക്കി കേട്ടോ. അങ്ങ് സ്ലിപ്പായിപ്പോയി. ഭാഗ്യത്തിന് അങ്ങ് താഴോട്ട് പോയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നു. അതിന് ശേഷം പിന്നെ ചായ ഇടാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കഴിക്കാനും കൂടെ ഉണ്ടാക്കണമെന്ന് എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. ചായയുടെ കൂടെ കഴിക്കാൻ ഒന്നും ഇരിപ്പില്ല. ഞങ്ങൾ ശാലും കൂടെ ഉള്ളതുകൊണ്ട് അവർക്കും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. നമ്മളാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാൻ ചായ ഇട്ടു. അപ്പോഴാണ് ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതാ ഈ ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ പപ്പടം, ഇതിനെന്ത് പപ്പടമാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതെനിക്ക് ചിറ്റ കൊണ്ട് തന്നായിരുന്നു മധുരയിൽ നിന്ന് വന്നപ്പോൾ. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ നാളായി അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവച്ചിരുന്നതായിരുന്നു. ഞങ്ങളിത് എടുക്കാണ്ട് ഇങ്ങനെ വെച്ചിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കും കേട്ടോ. ഒന്നും കഴിക്കാൻ ഈ ചായയുടെ കഴിക്കാൻ ഇല്ലെങ്കിൽ ഇതുണ്ടാക്കി എടുക്കും. അങ്ങനെ ഇതെന്തായാലും തീർന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ചായയൊക്കെ ഇട്ടു, അതും വറുത്തെടുത്തു, എന്നിട്ടിരുന്ന് കഴിക്കാമായിരുന്നു. നേരത്തെ ഈ സാധനമാണെങ്കിൽ മധുരയിലൊക്കെ മധുരം ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോഴേക്കും അവിടേക്ക് ഇരിക്കുന്ന കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞ് രാത്രിയിൽ പിന്നീട് നമ്മൾ ഫുഡ് വേറെ ഇന്ന് ഉണ്ടാക്കിയില്ല, ഇന്നും പുറത്തുനിന്ന് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും പുറത്തുനിന്നാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് എനിക്ക് വയ്യാതെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ മെയിനായിട്ട് ഫുഡ് വെളിയിൽ നിന്ന് മേടിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ സമയം കിട്ടത്തില്ലല്ലോ ഉണ്ടാക്കാൻ വേണ്ടി. ആ ഒരു സമയത്താണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയായിരുന്നു മേടിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ പേര് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം. സ്മിത വിശ്വംഭരൻ, ദർശന വിച്ചു, രാജേഷ് ശരത് മകനായ അശ്വദേവ്, വിദ്യ മകളായ വൈഗ, മുഫി റാഫി, രഞ്ജിമോൻ ഗോപി, ശിവകുമാർ എന്നിവരാട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹായ് ഉണ്ട്. പിന്നെ 2 മക്കൾക്കും എൻ്റെ ചക്കരമ്മയുണ്ട്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേര് അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.